നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര മർത്തോമ ഗേൾസ് സ്കൂളിലാണ്. ഇവിടെയും പ്രവേശനോത്സവം ഉണ്ട്. പുതുതായിട്ട് ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ എച്ച്എമ്മിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് ജേക്കബ് എബ്രഹാം, ഹെഡ് മാസ്റ്ററാണ്. 5ാം ക്ലാസ് മുതലാണ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത്. പ്രവേശനോത്സവം എല്ലാ ക്രമീകരണങ്ങളോടുകൂടി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. മുൻ വർഷത്തെ പോലെ നമുക്ക് കഴിഞ്ഞ SLC പരീക്ഷയിൽ ഉജ്ജ്വലമായ വിജയം നേടാനായിട്ട് സാധിച്ചു. 100% വിജയവും. എഴുതിയ 212 കുട്ടികൾ ജയിച്ചു. 94 മുഴുവൻ A+, 25 9 A+കളൊക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പുതിയ വർഷത്തിലേക്ക് കുഞ്ഞുങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ 5ാം ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലേക്കും പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാലയമാണല്ലോ ഇത്, അവർക്ക് സുരക്ഷിതമായി പഠിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൊണ്ട് 5ാം ക്ലാസ്സിൽ ഇപ്പോൾ എല്ലാം കൂടെ നമുക്കുള്ളത് 102 കുട്ടികൾ നിലവിലാണ്. 8ാം ക്ലാസ്സിൽ ഏകദേശം 250ഓളം കുട്ടികൾ, 1100 മുകളിൽ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എല്ലാം പൂർത്തിയായി. അതിൻ്റെ ഇൻസ്പെക്ഷൻ നടന്നു. വിവിധ ലെവലിലുള്ള എല്ലാ ഇൻസ്പെക്ഷനുകളും പൂർത്തിയായി. പുതിയ പരിഷ്കാരങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കുട്ടികൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് പഠനത്തിൽ കൂടുതലാകും. മറ്റേത് വെറുതെ മാർക്ക് കൊടുക്കുകയല്ല, അവരുടെ കലാപരവും അതുപോലെ തന്നെ സ്കൂളിൽ അവർ ചെയ്യുന്ന സർഗപരവുമായ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഇനി ഒരു മൂല്യനിർണ്ണയത്തിലേക്ക് ഒരു പ്രധാന ഘടകമായി മാറുന്നില്ലെന്നുണ്ടെങ്കിൽ, പഠനത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രാധാന്യം അങ്ങോട്ട് കൊടുക്കും. അധ്യാപകർ പഠിപ്പിക്കുന്നത് എല്ലാ സമയത്തും ഒരുപോലെയാണ്, അല്ലെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണെന്ന് വെച്ച് മാറ്റമില്ലല്ലോ, ഒരുപോലെയാണ്. 5, 7, 9 തുടങ്ങിയ ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകങ്ങളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഗവൺമെൻറ് തന്ന മുഴുവൻ പാഠപുസ്തകങ്ങളും കുട്ടികളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് മുതലേ ഓൾറെഡി ക്ലാസ് തുടങ്ങി. പുതിയ രീതി അനുസരിച്ച് ഒരു സമയം പോലും നമുക്ക് മറ്റ് പരിപാടികൾക്ക് മാറ്റരുത് എന്നാണ് മന്ത്രിയുടെയൊക്കെ ആവശ്യം. അതിന് പ്രകാരം ക്ലാസ്സുകൾ തുടങ്ങി. ഇന്ന് ഇതിന് ശേഷം വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ പേരൻസിനും ഒക്കെ ബോധവൽക്കരണ ക്ലാസ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, അതൊരു വലിയ പ്രശ്നമാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അത് ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ ചേർന്നതുകൊണ്ട് സ്കൂളുകളും അതിനകത്ത് ജാഗരൂകരാണ്. നമുക്കിതുവരെ അങ്ങനെയുള്ള ഒരു ശല്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്കൂളിൽ നമുക്ക് എല്ലാ ദിവസവും സ്കൂൾ വർക്ക് ഉള്ള മുഴുവൻ ദിവസവും അവൈലബിൾ ആയിട്ടുള്ള കൗൺസിലർ നമ്മുടെ സ്കൂളിൽ സഭയായിട്ട് തന്നെ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. മുഴുവൻ സമയം പ്രവർത്തിക്കും. തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല സുരക്ഷയാണ് ഇപ്പോൾ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ വിദ്യാലയ മുത്തശ്ശി കൊട്ടാരക്കരയുടെ സ്വന്തം പെൺപള്ളിക്കുള്ള, അതായത് നമ്മുടെ മർത്തോമ ഗേൾസ് സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് വി ഫിലിപ്പ്, ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറാണ്. ഈ സ്കൂൾ ഉണ്ടായ കാലം തൊട്ടേ പണ്ട് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. സ്കൂൾ കുട്ടികൾക്കും ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ജയിക്കുന്ന
കൊട്ടാരക്കര ടൗണിലെ കൊട്ടാരക്കര നഗരസഭയിലെ അഭിമാന സ്തംഭമായി നിൽക്കുന്ന ഒരു സ്കൂളാണ് മർത്തോമ ഗേൾസ് സ്കൂള്. അതിൽ കുട്ടികളെ ഉത്തരവാദിത്വമുണ്ട്. കുട്ടികൾ വന്ന് കയറുന്നത് മുതൽ അവസാനം വരെ വൈകുന്നേരം വിട്ടുപോകുന്നത് വരെ വളരെ ഉത്തരവാദിത്വമായിട്ടും അവരുടെ വീടുകളിൽ എത്തിക്കുവാനുള്ള ഒരു ശ്രമകരമായ ജോലി ഇവിടുത്തെ PTA-യും ഇവിടുത്തെ അധ്യാപകരും നടത്തുന്നുണ്ട്. അതിൻ്റെ കാണണമെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ അറിയാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം, ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ രീതിയിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ന് വളരെ എല്ലാ കുട്ടികളും എഴുതുന്നവരെല്ലാം ജയിക്കും, അല്ലെങ്കിൽ എഴുതുന്നവരെല്ലാം A+ വാങ്ങിക്കും എന്നൊരു തോന്നൽ സമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞാൽ ഇപ്പോഴും പുതിയൊരു മാറ്റം വരാൻ ഒന്നായിട്ട് നമ്മൾ വായിച്ചു. അത് നല്ല കാര്യമാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 17% ഉള്ളൂ SSLCക്ക് വിജയം. ബാക്കി മോഡറേഷൻ ഇട്ട് 32%, 10% ആകും. ഇന്ന് അതല്ല, ഇന്ന് എഴുതുന്ന കുട്ടികളെല്ലാം പാസ്സാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിദ്യാർത്ഥിയുടെ മനസ്സിലുള്ള പഠിത്തത്തോടുള്ള വാശി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും തമ്മിലുള്ള അന്തരം ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു അധ്യയന വർഷത്തിലേക്ക് ഈ സ്കൂളും പരിസരവും എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി അധ്യാപകരും രക്ഷകർത്താക്കളും അതുപോലെ PT അംഗങ്ങൾ അടക്കമുള്ളവർ വളരെ സജീവമായിട്ട് തന്നെ ഈ സ്കൂളിൻ്റെ മേന്മ പഴയ കാലത്തെ അപേക്ഷിച്ച് മേന്മ ഉയർത്തിക്കൊണ്ട് വരുവാൻ അവരുടെ പ്രവർത്തനമുണ്ട്. അതിന് എല്ലാവിധമായ വിജയാശംസകളും ഞാൻ നഗരസഭാ കൗൺസിൽ എന്ന നിലയ്ക്ക്, വാർഡ് കൗൺസിൽ എന്ന നിലയ്ക്ക് ഞാൻ നേരുന്നു. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിൽ അത്തരം ഒരു പരിശോധനയും അതുപോലെ തന്നെ അത്തരം കരുതൽ, ഈ സ്കൂൾ അധ്യയന വർഷം തുറക്കുന്നതിന് മുമ്പായിട്ടുള്ള കരുതൽ, ആ കരുതലെല്ലാം എല്ലാ സ്കൂളിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മർത്തോമ സ്കൂൾ കൊട്ടാരക്കര ടൗണിലെ ഏറ്റവും നല്ല സ്കൂളുകളിലൊന്നാണ്. അതിൽ കൊട്ടാരക്കര നിരവധി സ്കൂളുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ടുവന്ന് 5ാം ക്ലാസ്സിൽ ചേർത്തതിന് ശേഷം അവരുടെ മാനസിക വികാസം അതിന് കരുപിടിപ്പിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ അധ്യാപകർ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഫുൾ A+ വാങ്ങിച്ചൊരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഫുൾ A+ വാങ്ങിച്ച കുട്ടിയെ ഒരു ക്ലാസ്സിൽ കൊണ്ടെടുത്ത് പഠിപ്പിച്ച് ഉയർത്തുന്നതിനേക്കാൾ അതിനേക്കാൾ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് താഴെത്തട്ടിൽ വിദ്യാർത്ഥികൾ A+ വാങ്ങിക്കുവാനുള്ള പ്രവർത്തനം. അപ്പോൾ അതിന് ഈ അധ്യാപകരുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. വളരെ ശ്രമകരമായ ജോലി ചെയ്തതിൻ്റെ പേരിലാണ് അവർ ഒരു സ്കൂളിൽ ഇത് 10ാം ക്ലാസ് ഇറങ്ങുമ്പോൾ A+മായി അതല്ലെങ്കിൽ A+ വാങ്ങിയ കുട്ടിക്ക് എല്ലാവിധമായ പ്രയോജനം നൽകുന്നത്.